ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇന്ന് എത്തി നിൽക്കുന്നത് മണക്കാട് ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ മഹനീയ വ്യക്തിത്വങ്ങൾക്ക് സ്വാഗതം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് സ്വാഗതം. LDF പ്രതിനിധി VB ദിലികുമാർ സ്വാഗതം. UDF പ്രതിനിധി സഞ്ജയ് കുമാർ സ്വാഗതം. LDF പ്രതിനിധി M മധുവിന് സ്വാഗതം. BJP പ്രതിനിധി P ജയകൃഷ്ണൻ സ്വാഗതം. ആരംഭിക്കുന്നു ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025. പ്രസിഡന്റിലേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു? താങ്കൾ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചതിൽ എത്രമാത്രം കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? മണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 2020 മുതൽ 25 വരെയുള്ള കാലയളവിലെ ഭരണസമിതി അതിൻ്റെ ഭരണകാലാവധി പൂർത്തിയാക്കി ഡിസംബർ 21 അവസാനിക്കുക. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വിവിധങ്ങളായ നിരവധി പദ്ധതികൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോലും കാർഷിക മേഖലയിലെ വിവിധങ്ങളായ നെൽകൃഷി, പച്ചക്കറി കൃഷി, ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾക്കെല്ലാം പഞ്ചായത്ത് രൂപം നൽകുവാനും ഏതാണ്ട് 45 ലക്ഷം രൂപയുടെ കാർഷിക മേഖലയിലും മൃഗപരിപാലന മേഖല ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പാർപ്പിട രംഗം, നമുക്കറിയാം ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലൂടെയും പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള PMAY പദ്ധതിയിലൂടെ 90-ലേറെ വീടുകൾ വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ഈ കാലയളവിൽ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് പഞ്ചായത്ത് മാത്രമല്ല, ത്രിതല പഞ്ചായത്തുകൾ, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ചേർന്നുള്ള പദ്ധതികളാണ് ഈ ലൈഫും അതുപോലെ തന്നെ PMAY പദ്ധതികളും. ഇപ്പോൾ പഞ്ചായത്തിലൂടെയാണ് പ്രധാനമായി ഈ പദ്ധതി നിർവഹണം നടത്തുന്നത്. അപ്പോൾ 90-ലേറെ ആളുകളുടെ വീടിൻ്റെ പൂർത്തീകരണം നടത്തുവാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായൊരു മേഖലയാണ് ആരോഗ്യ മേഖല. മറ്റു പല പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി മണക്കാട് പഞ്ചായത്തിൽ ഏറെ ആരോഗ്യ സ്ഥാപനങ്ങളുള്ളൊരു പഞ്ചായത്താണ്. കുടുംബാരോഗ്യ കേന്ദ്രം, അലോപ്പതി ആശുപത്രി, അതുപോലെ തന്നെ 2 ഹോമിയോ ആശുപത്രികൾ, ഒന്ന് മോഡൽ ഡിസ്പെൻസറി നെടിശാല, മറ്റൊന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ഹോമിയോ ഡിസ്പെൻസറി അരിക്കുഴ, അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി പുതുപ്പരിയാരം, ആയുർവേദത്തിൻ്റെ മറ്റൊരു വകഭേദമായ മറ്റു പല പഞ്ചായത്തുകളിൽ ഇല്ലാത്ത സിദ്ധ ഡിസ്പെൻസറി ഈ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട് അരിക്കുഴയിൽ. അതുകൂടാതെ ആരോഗ്യ മേഖലയിൽ നിരവധിയായ സ്ഥാപനങ്ങൾ ഈ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സുപ്രധാനം. ഒന്ന്, നമുക്ക് ഇവിടെ ലബോറട്ടറി സംവിധാനം ഇല്ലായിരുന്നു. പ്രൈമറി ഹെൽത്ത് സെൻ്റർ, ഹെൽത്ത് സെൻ്ററിനെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഗവൺമെൻറ് അപ്ഗ്രേഡ് ചെയ്തെങ്കിലും നമുക്കവിടെ ഒരു ലാബ് ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് ഈ ഭരണസമിതിയുടെ കാലത്ത് അത് ആരംഭിക്കുവാനും ആളുകൾക്ക് രക്തപരിശോധന ഉൾപ്പെടെയുള്ള ഷുഗർ, പ്രഷർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാഥമിക പരിശോധന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്? മാലിന്യ നിർമ്മാർജ്ജനം ഒരു മുഖ്യ അജണ്ടയായിട്ട് തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയ ഒരു പ്രോജക്റ്റാണ്. അതിലൊന്ന്, നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ സംഭരിക്കുക എന്നുള്ള സുപ്രധാന കാര്യമാണ്. 13 വാർഡുകളിലും അതിലേക്ക് ആവശ്യമായ ഹരിതകർമ്മ സേനാംഗങ്ങളെ കണ്ടെത്തി അവരെ നിയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ നല്ല ഒരു പ്രവർത്തനം പഞ്ചായത്ത് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ ഇവർ സമാഹരിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വീടുകളിലും സൗകര്യമില്ലാതെന്ന് അറിയിച്ചതുകൊണ്ട് ഒരു യുണൈറ്റഡ് ഗ്രാനൈറ്റ് ആൻഡ് മെറ്റൽസ് എന്ന് പറയുന്ന വഴുത്തിലൊരു സ്ഥാപനത്തിൻ്റെ സ്പോൺസർഷിപ്പിലൂടെ ഏതാണ്ട് 4500-ലേറെ വീടുകൾ ഈ പഞ്ചായത്തിലുണ്ട്. ആ എല്ലാ വീടുകൾക്കും ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് വയ്ക്കുന്ന ബാഗുകൾ സൗജന്യമായി അവർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ. താങ്കളേക്ക് വീണ്ടും വരാം. പ്രതിപക്ഷത്തോടാണ്. ആരോഗ്യ മേഖലയിൽ, മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ, ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിലൊക്കെ വളരെ മികച്ച മുന്നേറ്റം നടത്താനായിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. ഇവരുടെ ഭരണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വികസന മുരടിപ്പിൻ്റെ ഒരു 5 വർഷം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹമല്ല, അതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നില്ല ഈ 5 വർഷക്കാലം
മണക്കാട് പഞ്ചായത്തിൽ നടന്നത്. ഇവിടെ പ്രധാനമായിട്ടും പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുടെ മാറ്റമാണ്. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയും. ഇപ്പോൾ ഈ ടൈമിൽ 3 തവണയാണ് പ്രസിഡന്റ് മാറിയത്. സാധാരണ ഘടകകക്ഷികൾ തമ്മിൽ ധാരണയായി 2.5 വർഷം അല്ലെങ്കിൽ 1.5 വർഷം അങ്ങനെ ടൈം തീരുമാനിച്ച് മാറാറുണ്ട്. ഇത് ഒരു പാർട്ടിയിൽ തന്നെ മാറ്റം. ഇപ്പോൾ കോൺഗ്രസിനും കേരള കോൺഗ്രസിനുമാണ് ഇവിടെ ധാരണ പ്രകാരം 2.5 വർഷം കൊടുത്തത്. പക്ഷേ കേരള കോൺഗ്രസ് ആദ്യത്തെ 2.5 വർഷം ഒരാൾ പ്രസിഡൻ്റായിട്ട് മാറി. രണ്ടാമത് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ്. ആ കോൺഗ്രസ് പാർട്ടിയിൽ പിന്നെ തർക്കമായി, അവർ വീതം വെച്ചെടുക്കുകയാണ്. ഇപ്പം 3 പ്രാവശ്യം പ്രസിഡന്റ് മാറുന്നു, 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് മാറുന്നു, 2 പ്രാവശ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാറുന്നു. ഇപ്പോൾ ഈ 5 വർഷക്കാലത്തിനിടയിൽ ഇവിടെ നടന്നത് ഈ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ മാറുന്ന ഒരു ജോലിയാണ് നടത്തിയത്. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ വികസന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇവിടെ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കുടിവെള്ള മേഖലയിലും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എങ്ങനെ നടന്നു? സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് ജനപ്രതിനിധികൾ വലിയ പങ്ക് വഹിച്ചുകൊണ്ടാണ്. ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. എൻ്റെ വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമല്ലായിരുന്നു. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഫണ്ട് ഞങ്ങൾ കൊണ്ടുവന്നാണ് ഈ കുടിവെള്ള പ്രശ്നം ഈ മണക്കാട് പഞ്ചായത്തിൽ ആകെ പരിഹരിച്ചത്. ആരോഗ്യമേഖലയിലെ സർക്കാരിൻ്റെ നയമാണ്. സർക്കാർ ഇവിടുന്ന് എന്താവശ്യപ്പെട്ടാലും അതെല്ലാം കൊടുക്കുകയാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ പുതുപ്പരിയാരത്ത് ആയുർവേദ ആശുപത്രിയായി ബന്ധപ്പെട്ട ഒരു യോഗ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഒരു വെൽനസ് സെൻ്ററായിട്ട് ഉയർത്തുന്നതിന് വേണ്ടി ഒരു അപേക്ഷ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ കൊടുത്തേ ഉള്ളൂ. അപ്പം തന്നെ 30 ലക്ഷം രൂപ അനുവദിച്ചു. ഇതാണ് സർക്കാരിൻ്റെ നയം. അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലും ഇവിടെ ഈ സ്കൂള് ഇത് പഞ്ചായത്ത് ചെയ്തതല്ല, സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഇങ്ങനെയുള്ള ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എത്ര രൂപ ചോദിച്ചാലും കൊടുക്കുകയാണ്. അങ്ങനെ കിട്ടിയപ്പോൾ ഈ 3 മേഖലയിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന മേഖലയിൽ റോഡ് മേഖലയിൽ നമുക്ക് ഈ മണക്കാട് പഞ്ചായത്തിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. LDFൻ്റെ മെമ്പർമാരുടെ വാർഡിലൂടെയും UDFൻ്റെ മെമ്പർമാരുടെ വാർഡിലൂടെയും ഒന്ന് സഞ്ചരിക്കുക. LDFൻ്റെ വാർഡിൻ്റെ മെമ്പർമാരുടെ വാർഡിൽ നടന്നിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു താരതമ്യ പഠനം നടത്തുക. എവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ നടന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഓക്കെ ഞാൻ വീണ്ടും വരാം. BJPയുടെ അംഗത്തോടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ, മികച്ച ഭരണം നടത്താൻ UDFന് സാധിച്ചു എന്ന് പ്രസിഡന്റ് പറയുന്നു. എന്നാൽ സ്ഥാനമാനങ്ങളുടെ കൈമാറ്റം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും വികസന മുരടിപ്പാണ് ഇവിടെ ഉണ്ടായതെന്നും പറയുന്നു. BJPയുടെ ഒരു നിലപാട് എന്താണ്? ഇവർ 2 കൂട്ടരും നിരവധി തവണ മാറി ഭരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രസിഡന്റ് പറഞ്ഞ വിഷയത്തിനാണെങ്കിലും പ്രതിപക്ഷം പറയുന്ന വിഷയങ്ങൾക്കാണെങ്കിലും കൃത്യമായ പരിഹാരം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ശാസ്ത്രീയമായിട്ട് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ ഇല്ല. ശുദ്ധജല പദ്ധതികൾ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്, പക്ഷേ എല്ലായിടത്തും വെള്ളം എത്തുന്നില്ല. എല്ലായിടത്തും പൈപ്പ് ലൈനൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പക്ഷേ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത്. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പറയുന്നു ഇങ്ങനെ ആശുപത്രിയിലും മറ്റുമൊക്കെ ക്ലിനിക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിന് പരിഹാരമില്ല. എന്താണ് കാരണം? അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന മാലിന്യങ്ങളും ഈ പറയുന്ന പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ പറയുന്ന മുകളിലുള്ള ഈ ചികിത്സ കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട്. ഓക്കെ വീണ്ടും UDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാറി വരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മാറുന്നു എന്നല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് LDFും BJPയും ആരോപിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവിടെ പ്രസിഡന്റ് നടന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റി വിശദമായിട്ട് സംസാരിച്ചു. കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറയുകയുണ്ടായി. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ വാർഡുകളിൽ മാത്രമേ, LDFൻ്റെ വാർഡിൽ മാത്രമേ വികസനം നടന്നിട്ടുള്ളൂ എന്ന്. അത് പോയി കണ്ടാലേ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഗവൺമെൻറ് വാരി കോരി കൊടുത്തു, ഗവൺമെൻറ് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാ ഗവൺമെൻറ്റുകളും പ്രാദേശിക വികസന ആയി എല്ലാ ഫണ്ടുകളും കൊടുക്കാറുണ്ട്. ഇവിടെ കുടിവെള്ള പദ്ധതിയെ പറ്റി പറഞ്ഞു. 2015 കാലഘട്ടത്തിലാണ് UDF ഭരണകാലത്താണ് ഇവിടെ
ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കുടിവെള്ള പൈപ്പ് ലൈനൊക്കെ നീട്ടിയെന്നല്ലാതെ LDFന് അതിനെപ്പറ്റി അവകാശം ഉന്നയിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വികസനം ഒത്തിരി കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ UDF പ്രധാനമായി കാണുന്നത് ഈ 4-5 മാസത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഭരണം ജനങ്ങൾ മടുത്തൊരു ഭരണമാണ്. ഇത്രയും വെറുത്തൊരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടില്ല. വികസന മുരടിപ്പ് മാത്രമല്ല, നമുക്കറിയാം അഴിമതികൾ, അതിനെപ്പറ്റി പറയാൻ പോയ വൈകുന്നേരം തീരില്ല. എല്ലാം ഒന്നാമതാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ മരുന്നില്ല, അതിൽ ഒന്നാമതാണ്. ശസ്ത്രക്രിയയ്ക്ക് സാധനങ്ങളില്ല, അതിൽ ഒന്നാമതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നാമതാണെന്ന് പറയാൻ ഈ മണക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. സംസ്ഥാന സർക്കാരിന്റെ വേണ്ടത്ര പരിഗണന ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ കാര്യങ്ങൾക്കും ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രസിഡന്റോട് പറഞ്ഞില്ല, ഞാനത് എടുത്തു പറയുകയാണ്. എല്ലാ കാര്യങ്ങളും വരുമ്പം പഞ്ചായത്തിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്. LDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു സഹായവും ഇവിടെ ലഭിക്കുന്നില്ല. UDF ഭരിക്കുന്നതുകൊണ്ട് തന്നെ വിവേചനപൂർണ്ണമായിട്ടുള്ള ഒരു നടപടികളാണ് ഇവർ സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മണക്കാട് പഞ്ചായത്തിലും LDF സാരഥികളെ അണിനിരത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്, ഇപ്പോൾ ബഹുമാന്യ പ്രസിഡന്റ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ നടപ്പാക്കി എന്ന് പറയുന്ന പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നേരിട്ടുള്ള ഇടപെടലോട് നടത്തിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും മാത്രമാണ് ഇവർക്കിവിടെ സൂചിപ്പിക്കാനുള്ളൂ. ഗ്രാമപഞ്ചായത്ത് തനതായി ആവിഷ്കരിച്ച ഒരു പദ്ധതിയും നമുക്കിവിടെ വിജയകരമായി പൂർത്തിയാക്കാനോ നടപ്പാക്കാനോ സാധിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ പറഞ്ഞ പോലെ തന്നെ അധികാര വടംവലി തന്നെയാണ്. ബഹുമാന്യ BJP പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു LDFും UDFും മാറി മാറി ഭരിക്കുന്നു എന്നുള്ളത്. LDFും UDFും മാറി മാറി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇവിടെ നിങ്ങളൊരു കാര്യം കൂടെ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ UDF ഭരണസമിതിയല്ല, UDF BJP ഭരണസമിതിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേവലം ഒരു മെമ്പർ മാത്രമുള്ള ഒരു BJPയുടെ പ്രതിനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ഒരു ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഈ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികൾ, ജനക്ഷേമപരമായ പദ്ധതികളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മണക്കാട് പഞ്ചായത്തിലും നമ്മൾ നേടാൻ പോകുന്നത്. ഇവർക്കും സൂചിപ്പിക്കാൻ ഗവൺമെൻറ് പദ്ധതികൾ മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് ഫണ്ടുകൾ എത്രയുണ്ട്? തനത് ഫണ്ട് വിനിയോഗം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് വരുന്ന 2 വിഷയം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ പഞ്ചായത്തിന്റെ പറയാറുണ്ട്. ഇവിടെ പറഞ്ഞൊരു പ്രധാന കാര്യം, സംസ്ഥാന ഗവൺമെൻറ് തരുന്ന ഫണ്ട് ഉപയോഗിച്ചാൽ ചെയ്യുന്നത്, അല്ലാതെ ഏത് പഞ്ചായത്ത് ചെയ്യുന്നത്? സംസ്ഥാന ഗവൺമെൻറ് ഔദാര്യം തരുന്നതല്ല. പഞ്ചായത്തിലായ നിയമം അനുസരിച്ച് ത്രിതല പഞ്ചായത്തുകൾക്ക് 30 മുതൽ 40% വരെ തരുന്ന പൈസ ഉപയോഗിച്ച് ആ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്കാണ് പ്രധാനം. ഇവിടെ ഭരണസമിതി മാറി മാറി വരുമായിരിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു, അവിടെ ഒരു ഡോക്ടറെ ഒരു കത്ത് കൊടുത്തു എന്ന് വിചാരിച്ചൊന്നും കേട്ടത്തില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ആയുഷ് മിഷൻ്റെ ഫണ്ട് അവിടെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ നമ്മൾ വിശദമായ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി കൊടുത്തപ്പോഴാണ് 30 ലക്ഷം രൂപ അനുവദിക്കുന്നത്. അല്ലാണ്ട് പിന്നെ എല്ലാ പഞ്ചായത്തിനും കിട്ടാൻ പറ്റും. അപ്പോൾ വെറുതെ ഒരു ആരോടും പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആരോഗ്യ കേന്ദ്രമായി ഗവൺമെൻറ് ഉയർത്തിയുടെ ഒരു കാര്യമുണ്ട്. അവിടെ സഫീഷ്യൻ്റ് ജീവനക്കാരെ വെച്ചിട്ടില്ല. അവിടെ 4 ഡോക്ടർമാർ വേണ്ടിടത്താണ് ഇപ്പോൾ 2 പേരുള്ളൂ. ഒരാളേ ഉള്ളൂ, ഒരാൾ NSMൻ്റെ. അതുപോലെ ലാബിന് 2 ലാബ് ടെക്നീഷ്യൻ ആവശ്യമാണ്. അതുപോലെ ഫാർമസിസ്റ്റ് 2 പേര് വേണം. സ്റ്റാഫ് നേഴ്സ് 4 പേരാണ്. ഈ സ്ഥാനത്തൊക്കെ ഓരോരുത്തരേ ഉള്ളൂ. അപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിയതുകൊണ്ട് മാത്രം ആ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ, കാരണം ഇതിനെല്ലാം ജീവനക്കാരെ നിയമിക്കേണ്ട സർക്കാരാണ്. അത് ചെയ്യാതെയാണ് ഈ പഞ്ചായത്ത് മാത്രമല്ല പല പഞ്ചായത്തുകളിലും ഈ അപ്ഗ്രഡേഷൻ നടന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോഴാണ് പഞ്ചായത്ത് ഈ സ്വന്തം പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഓൺ ഫണ്ടല്ല, പഞ്ചായത്തിന് ഗവൺമെൻറ് നിയമപരമായി തരുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഓൺ ഫണ്ട് വളരെ കുറച്ചേ ഉള്ളൂ, അതൊരു പഞ്ചായത്തിന് കാര്യം ഇവിടെ കാണുകയില്ല. അപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലാഭ സംവിധാനം ഏർപ്പെടുത്തിയതും, അതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല മികച്ച ജനകീയ ആരോഗ്യ കേന്ദ്രമായി പുതുപ്രയാരത്തെ സബ് സെൻ്റർ മാറ്റി 320ഓളം സബ് സെൻ്ററുകൾ ഏറ്റവും നല്ല ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി പുതുപ്രയാരത്തിനെ മാറ്റിയത് അവിടെ നല്ല പ്രവർത്തനം പഞ്ചായത്ത് നടത്തുന്നതുകൊണ്ടാണ് 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെ കിട്ടിയത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ ഒരു എല്ലാ ഫണ്ട് തരുന്നതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കമ്പിപ്പാലം വഴി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് LDF ഭരിക്കുന്ന കാലത്ത് ഒരു കമ്പിപ്പാലം നഷ്ടപ്പെട്ടു പോയതാണ്. അത് ഇതേവരെ പുനഃസ്ഥാപിക്കുക, അത് ഗവൺമെൻറ്റിനെ പറ്റുള്ളൂ. കാരണം 50-60 ലക്ഷം രൂപയുടെ വലിയ ഫണ്ട് ആവശ്യമുണ്ട്, പഞ്ചായത്തിനെ കൊണ്ടാവില്ല. അതെന്തുകൊണ്ട് ഈ ഭരണസമിതിയിൽ തന്നെ ഈ പറയുന്ന വാർഡ് ഉൾപ്പെട്ട പ്രദേശത്തെ സംസ്ഥാന സർക്കാരിന് പ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. അവർ വിചാരിച്ചിട്ട് എന്തുകൊണ്ട് അതിന് ഫണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല?
അപ്പോൾ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വന്തം മേഖലയിൽ സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്ത് ചെയ്തു എന്നുകൂടി പറയാനുള്ളൊരു ചുമതല കൂടി അവർക്ക്. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്നു, ഒപ്പം തന്നെ BJP-യിലെ അംഗവും അതിനകത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. അത് പ്രാദേശികമായി അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചെറിയൊരു പിഴവിൻ്റെ ഭാഗമായി സംഭവിച്ചു എന്നുള്ളതല്ല, അതൊരു വലിയ ആരോപണമായി പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു ഇല്ല, അങ്ങനെ നമ്മൾ നേരിട്ട് മത്സരം നടക്കുകയാണല്ലോ, അങ്ങനെ ഒരു ധാരണ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഒരു ആരോപണത്തിന് വേണ്ടി പറയാമെന്ന് മാത്രമേ. ഓക്കെ, ഈ പഞ്ചായത്തിന് തനത് വരുമാനം എത്രത്തോളം ഉണ്ട്? അതിൽ പ്രധാന കാര്യം ഈ റോഡുകളുടെ കാര്യത്തിലാണ്. റോഡുകൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന് തരുന്ന പ്രധാന പശ്ചാത്തല മേഖലയിൽ ഒരു സോഴ്സ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഗ്രാൻഡാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മെയിൻ്റനൻസ് ഗ്രാൻഡാണ് പ്രധാനമായിട്ട് തരുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മണ്ണ് റോഡുകൾ പോലും പഞ്ചായത്തിന് കോൺക്രീറ്റ് ചെയ്യാനോ യോഗ്യമാനോ കഴിയില്ല. ആ ഉത്തരവ് അതാണ്. ഫണ്ട് എത്രയുണ്ട്? തനത് പഞ്ചായത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഒരു 50 ലക്ഷം രൂപ ഒരു വർഷം കണ്ടേക്കാം. പക്ഷേ ആ ഫണ്ടുകൾ മറ്റ് ജീവനക്കാരുടെ ശമ്പളവും ദൈനംദിന കാര്യങ്ങൾക്ക് ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ അവസാന വർഷം നമ്മൾ പഞ്ചായത്ത് കുറേ ഫണ്ട് കണ്ടെത്തി ഈ മറ്റേ എല്ലാ വാർഡുകൾക്കും ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ പഞ്ചായത്ത് പ്രതിപക്ഷമില്ല എന്ന് വെച്ചാൽ ഭരണ പ്രതിപക്ഷമില്ല, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. യാതൊരു വിവേചനവും കാട്ടാതെ എല്ലാ വാർഡുകൾക്കും തുല്യമായി സർക്കാരിന് ലഭിക്കുന്ന ഫണ്ടുകൾ വിനിയോഗം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ വർഷവും എല്ലാ വാർഡുകളിലും 2 ലക്ഷം രൂപ വീതം തനത് ഫണ്ട് കിട്ടിയ ഫണ്ട് തുല്യമായി വീതിച്ച് ആ വാർഡിൽ മറ്റ് മൺ റോഡ് പോലെയുള്ള ആവശ്യം നിറവേറ്റാൻ വേണ്ടി പഞ്ചായത്ത് നൽകി. വീണ്ടും തിരിച്ചു വരാം. യാതൊരു വിവേചനവും ഈ ഭരണസമിതി കാണിക്കുന്നില്ല. അതിനകത്ത് പറയുന്നത് LDF ഭരിക്കുന്ന വാർഡുകൾ മാത്രമാണ്. നിങ്ങൾ പറഞ്ഞത് LDF ഭരിക്കുന്ന വാർഡുകൾ മാത്രമാണ് മികച്ചതെന്ന് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് LDF ഉൾപ്പെടെ എല്ലാ വാർഡുകൾക്കും തുല്യമായിട്ടുള്ള വിഹിതങ്ങൾ നൽകിയിട്ടുണ്ട്, എല്ലാ വാർഡിനും വികസനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, അത് നമ്മൾ പരിശോധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. ജനങ്ങൾ പരിശോധിക്കട്ടെ. ജനങ്ങളേതായാലും ഈ വാർഡുകളെല്ലാം വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് 13-ാം തീയതി വരും. ഇപ്പോൾ ഇവിടെ UDF-ന് പോകുന്നത് പറഞ്ഞു ഫണ്ട് ലഭ്യമാകുന്നില്ല, വെട്ടിക്കുറച്ചു. പഞ്ചായത്തിൽ ഒരു വർഷം 3.5 കോടിയോളം രൂപ കിട്ടുന്നുണ്ട്. 3,50,94,000 രൂപ പ്ലാൻ ഫണ്ട് ധനകാര്യ ഗ്രാൻഡ് ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് എത്രയായി? അപ്പോൾ പണം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കിട്ടുന്ന പണം ചെലവഴിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഫണ്ടുകൾ ലാപ്സായി പോകുന്നുണ്ട്, ലാപ്സായി പോവാണ്. കഴിഞ്ഞ വർഷം മാത്രം റോഡ് ഇനത്തിൽ 37,10,41 രൂപയാണ് സ്പിൽ ഓവറിലേക്ക് മാറ്റിയത്. സ്പിൽ ഓവറിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ ചെലവഴിച്ചില്ല, അടുത്ത വർഷത്തെ പദ്ധതിയിൽ അത് വരുന്നു എന്ന് വെച്ചാൽ അത്രയും തുക നമുക്ക് നഷ്ടമായി. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ നമുക്ക് നഷ്ടമായ തുക 1,75,70,622 രൂപയാണ് നഷ്ടപ്പെടുത്തിയത്. ഇത്രയും തുക ഇപ്പോൾ സ്പിൽ ഓവറിൽ കിടക്കുകയാണ്. അപ്പോൾ ഫണ്ട് കിട്ടുന്നില്ല, കിട്ടുന്ന പണം ചെലവഴിക്കുന്നില്ല, ഇവർക്ക് അതിന് സമയമില്ല. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞ് ഈ മറ്റേ പറഞ്ഞു. ഈ പുതുപ്പരാർ ആശുപത്രിയിലൊന്നും ചെന്ന് നോക്കുന്നേ, ഏത് മരുന്നാണ് ഇല്ലാത്തത്? ചുമ്മാ അങ്ങ് പറയുകയാണ്. മറ്റേ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ചെന്നിട്ട് ഏത് മരുന്ന് ചോദിച്ചാലും അവിടെ ലഭ്യമാണ്. അപ്പോൾ മരുന്നില്ല, സർക്കാർ തരുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. ഇവിടെ കഴിഞ്ഞ ഭരണസമിതി ആണ് LDF-ൻ്റെ ആയിരുന്നു. തുടർച്ചയായിട്ട് 2 തവണ അവാർഡ് വാങ്ങിച്ച പഞ്ചായത്തായത്. 2ാമത്തെ പഞ്ചായത്തിനുള്ള തുടർച്ചയായിട്ട് 2 പ്രാവശ്യം അവാർഡ് മേടിച്ച പഞ്ചായത്തായത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ എണ്ണി പറയാവുന്ന നിരവധി വികസന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ആരോഗ്യം, ഞാനീ പ്രസിഡന്റ് പറഞ്ഞ കാര്യം, ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കുടിവെള്ള മേഖലയ്ക്കും LDF സർക്കാർ എത്ര രൂപ കൊടുക്കുന്നതിനും തയ്യാറാണ്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ കിട്ടിയേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെയുള്ള ഫണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യം നടന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഗ്രാമീണ മേഖലയിൽ റോഡ് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ പഞ്ചായത്തിൽ എത്രയെത്ര റോഡുകൾ ചെയ്തു. ഒരു വാർഡിൽ 14 റോഡ് പോലും ഈ ഭരണസമിതിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വാർഡിൽ എടുത്തിട്ടുണ്ട്. എല്ലാ 14 വാർഡിൽ എടുക്കാൻ പറ്റിയോ? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടികൾ ഇവിടെ സ്വീകരിച്ചോ? ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ റോഡിന്റെ പ്രശ്നം പറഞ്ഞ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് മൺ റോഡ് ചെയ്യാൻ പാടില്ല എന്ന കാര്യം സാങ്കേതികത പറഞ്ഞുകൊണ്ട് അത് പിടിച്ചു നിൽക്കുക. എന്നാൽ അതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡെല്ലാം നന്നാക്കാമായിരുന്നു. വീണ്ടും വരാം. ഇനി നമ്മൾ പൊതുജനങ്ങളിലേക്കും ഇവിടുത്തെ ജനപ്രതിനിധികളിലേക്കും എത്തുകയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ അവർ നൽകുന്നതായിരിക്കും. ആരാണ് ചോദിക്കാനുള്ളത്? ആർക്കാണ് ചോദിക്കാനുള്ളത്? അവിടെ മൈക്ക്. നമ്മളുടെ പഞ്ചായത്ത് ഫണ്ട് തത്വദീക്ഷമില്ലാതെ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങോട്ടൊന്ന് നോക്കുക, ആ റോഡ് സൈഡിൽ കൂടെ നമ്മൾ ഔഷധച്ചെടികൾ
വച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 4-5 തവണ അതിനു വേണ്ടി നമ്മൾ ഫണ്ട് മുടക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള കുറ്റികൾ മാത്രം ചില സ്ഥലങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാം, കുറ്റികൾ മാത്രം മുളച്ചേപ്പുണ്ട്. അന്ന് നമ്മൾ ഗ്രാമസഭയിൽ ഈ കാര്യം പറഞ്ഞപ്പം അന്ന് പറഞ്ഞത് ഇത് അതാത് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ചുമതലയിൽ അവർ സംരക്ഷണയിൽ ഏറ്റെടുത്ത് ഇതൊക്കെ നടത്തുമെന്ന്. നമ്മുടെ ഈ അവസ്ഥ ഇതാണ്. ഇതിനു വേണ്ടി എത്ര ഫണ്ട് ദുർവിനിയോഗം ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ ഇനി ഒരു ചോദ്യം ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് അവിടെ കുറെ സ്ഥലവും എടുത്തിട്ട് കുറേയൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറുക്കന്മാരുടെ ശല്യം കൊണ്ട് നാട്ടുകാർക്ക് അതിൽ നടക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്. ആ സ്റ്റേഡിയം നമ്മുടെ തൊടുപുഴയ്ക്ക് പോയി. ഇതിന് കാരണക്കാര് ഏത് പഞ്ചായത്ത് ഭരണാധികാരികളുടെ കാലത്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. ഇതുപോലെയുള്ള ഭരണ സംവിധാനമാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നതെന്നുള്ളത് ഓക്കെ ഈ പ്രസിഡന്റിനോടാണ് ചോദ്യം. ഔഷധച്ചെടി നട്ടുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവാക്കി, എന്തൊക്കെയാണ് പിന്നീട് നടന്നത്? പിന്നീട് മറ്റ് സ്റ്റേഡിയത്തിന്റെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഔഷധച്ചെടിയെ ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രാദേശികമായി തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടി ഓരോ വാർഡ് മെമ്പർമാരും അതാത് വാർഡിലുള്ള പ്രവർത്തനങ്ങളാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 5ാം വാർഡ് മെമ്പറാണ് ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം അതിൻ്റെ ഒരു കൃത്യമായ മറുപടി പറയും. ആ പദ്ധതി എത്രമാത്രം ഫലപ്രാപ്തി? തൊഴിലുറപ്പ് പദ്ധതിയിൽ പല പ്രോജക്റ്റുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഗുണകരമാവാറില്ല. കാരണം പലപ്പോഴും അതിനെ സംരക്ഷിക്കാൻ കഴിയാറില്ല. അതിനൊരു നെഗറ്റീവ് വശം അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും പ്രാദേശികമായ ജനങ്ങൾക്കൊരു ജീവിതമാർഗം എന്നുള്ള നിലയിൽ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചോദിച്ചത് മറ്റൊരു കാര്യം, അതിനുവേണ്ടി എത്ര രൂപ ചെലവഴിച്ചു? അത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ പറയാൻ കഴിയില്ല. അതിൻ്റെ വിവരശേഖരണം നടത്തിയാലേ പറയാൻ പറ്റും. മറ്റൊന്ന് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റേഡിയം ഒരു സ്വകാര്യ സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ അഴിമതി നടത്തിയൊരു സ്റ്റേഡിയമാണ് കിടക്കുന്നത്. ഇവിടെ ആദ്യം ഒരു അപേക്ഷ പഞ്ചായത്തിൽ തന്നു, ഇങ്ങനെ സ്റ്റേഡിയം അനുവദിക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ പെർമിറ്റിന്. ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് ശരിക്കും തണ്ണീർത്തടത്തിലാണ്. ആ തണ്ണീർത്തടത്തിലാണ് ഗവൺമെൻറ്റാണ് അപേക്ഷ തള്ളിക്കളഞ്ഞത്. പഞ്ചായത്ത് ശുപാർശ ചെയ്തു. ഞാനന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ അപേക്ഷ വരുന്നത്. പഞ്ചായത്തിലൊരു തണ്ണീർത്തട സംരക്ഷണ സമിതിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഒരു കർഷക പ്രതിനിധി ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇത്തരം അപേക്ഷ സ്വീകരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ നിയമം അനുസരിച്ച് കരഭൂമിയായിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഗ്രാമപ്രദേശത്ത് പരമാവധി 10 സെൻറ്റ് വീട് വയ്ക്കാൻ അനുമതി കൊടുക്കാനുള്ള അനുമതിയേ ഉള്ളൂ. അല്ലാതെ യാതൊരു അനുമതിയും പാടത്ത് നിലവിൽ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. ഇവിടെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംഘടന പഞ്ചായത്തിലൊരു അപേക്ഷ തന്നു. നിയമപരമായി നമുക്ക് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും നാടിൻ്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് ഈ തണ്ണീർത്തട സമിതി ശുപാർശ ചെയ്ത് ജില്ലാ തലത്തിലുള്ള RDOയ്ക്ക് അയച്ചു. RDO അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും അത് ഗവൺമെൻറ്റിലേക്ക് അനുവദിക്ക് അയച്ചപ്പോൾ സർക്കാർ തന്നെ ക്യാൻസൽ ചെയ്തു. കാരണം അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുകയും ചെയ്തു. കൃഷി ഓഫീസറോട് താങ്കളുടെ ഇത് ചെയ്യാൻ പാടില്ലാത്ത ശുപാർശ എന്തുകൊണ്ട് അയച്ചു എന്നുള്ള നിലയിൽ അങ്ങോട്ട് അയച്ചു. തണ്ണീർത്തടമായ സ്ഥലത്തേക്ക് മണ്ണെടുത്ത് മാറ്റി മണ്ണ് ഡംപ് ചെയ്ത് ഗ്രൗണ്ടിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഇപ്പോഴും കേസ് കിടക്കുക. പഞ്ചായത്തിൻ്റെ അടുത്ത് യാതൊരു റോളില്ല. പഞ്ചായത്തിന് ഗവൺമെൻറ് പറയുന്ന സർക്കാരിൻ്റെ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഈ പറയുന്ന അനുമതി കിട്ടും. അതല്ലാതെ സ്വകാര്യ സംഘടനകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് ഇപ്പോഴും നിർജ്ജീവമായി കിടക്കുന്നത്. അങ്ങനെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം ആരൊക്കെയാണ് ചോദിക്കാനുള്ളത്? പഞ്ചായത്തിൻ്റെ മുരടിപ്പോ ഭരണസമിതിയുടെ മുരടിപ്പോ അല്ലെങ്കിൽ വികസനത്തിൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ചില ഇൻഡിവിജ്വൽ വിഷയങ്ങളാണ്. അത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഒന്ന് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുന്നു എന്നുള്ളതല്ല, ശുദ്ധജലം കിട്ടണം. ക്ലോറിനേഷൻ നടത്തുന്ന വെള്ളം, പ്യൂരിഫൈഡ് വാട്ടർ 11 സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ ശേഷമാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് എന്ന് ഉള്ള ഖ്യാതി നിലനിൽക്കുന്നു. പക്ഷേ ഒറ്റ ദിവസം പോലും അമിതമായ ക്ലോറിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഇല്ലാത്ത ഒരു വെള്ളം കിട്ടാനില്ല. അപ്പോൾ അത് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ അല്ല നടക്കുന്നത് എന്ന് പൊതുവായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് റോഡിൻ്റെ വികസനത്തിന് പഞ്ചായത്ത് റോഡുകൾ കേരള സർക്കാരിൻ്റെ തനത് ഫണ്ടാണേലും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടാണേലും കേരള സർക്കാരിൻ്റെ ഫണ്ടാണേലും അത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങളും നിർമ്മാണങ്ങളുമാണ് നടക്കേണ്ടത്. അത് പലയിടത്തും നമ്മൾ ഗ്രാമീണ മേഖലയിൽ ഇറങ്ങി പരിശോധിച്ചാൽ മനസ്സിലാവും, ആ റോഡുകളൊന്നും ആ രീതിയിലുള്ള റോഡുകളായിട്ട് കാണുന്നില്ല. ചിലയിടത്തൊക്കെ ചില മെയിൻ്റനൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അവിടെ കുറച്ച് ഉപയോഗിക്കമായ രീതി കിടക്കുന്നു എന്നുള്ളതല്ലാതെ അത് ചിലപ്പം ഒരു 300-400 മീറ്റർ കഴിയുമ്പോൾ ഒരു 50 മീറ്റർ ആയിരിക്കും ആ രീതിയിൽ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള ഈ 300-400-500 മീറ്റർ വളരെ മോശമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ 500 മീറ്റർ കൂടി യാത്ര ചെയ്തിട്ടാണ് 50 മീറ്റർ നന്നായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അത് 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്ററൊക്കെയാണ് ആ റോഡ് മെയിൻ്റനൻസ് നടക്കുന്നത്. അതല്ല ഒരു ഗ്രാമീണ വികസനം, റോഡ് വികസനം എന്ന് പറയുന്നത് അതല്ല.
പിന്നെ ലൈഫ് മിഷൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരമുള്ള ആവാസ് യോജന ആണേലും ഈ പറയുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ട് നടപ്പാക്കുന്നില്ല. എത്രയോ വീടുകളില്ലാത്ത സാധാരണക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നുണ്ടെന്നുള്ളതാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രതിപക്ഷവും നമ്മുടെ പ്രസിഡന്റും പറഞ്ഞത് കേന്ദ്രത്തിന്റെ പദ്ധതികളനുസരിച്ചുള്ള സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫലപ്രദമായിട്ടല്ല അത് വിനിയോഗിക്കുന്നത്. കാരണം പലതും ആപ്ലിക്കേഷൻ തന്നത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴും അർഹതപ്പെട്ട പല ആൾക്കാർക്കും കിട്ടാനുണ്ട്. അപ്പൊ അത് ആ ഫണ്ട് വേണ്ട രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഓരോന്നും മനസ്സിലാകുന്നത് അത് തന്നെയാണ്. ഞാൻ വീണ്ടും വരാം. പ്രസിഡന്റ്, ക്ലോറിന്റെ രുചിയുള്ള വെള്ളമാണ് ലഭ്യമാകുന്നത്. ഒന്ന് പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു. അത് ശരിയാണ്. പക്ഷേ നമ്മളൊന്ന് വിചാരിക്കണം, കേരള വാട്ടർ അതോറിറ്റി ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനമാണ്. ഈ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറിയൊരു പദ്ധതിയിൽ നടക്കുന്ന പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബൃഹത്തായ പ്രധാനപ്പെട്ട പദ്ധതി കേരള വാട്ടർ അതോറിറ്റിയുടേതാണ്. കഴിഞ്ഞ UDFൻ്റെ കാലത്ത് ഏതാണ്ട് 20 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പുതിയ പദ്ധതി ആരംഭിച്ചത്. ആ പദ്ധതി ഇപ്പോൾ തൊടുപുഴയാറ്റിൽ വെള്ളം പച്ചൂരിലൊരു വാട്ടർ ടാങ്കിൽ ലിഫ്റ്റ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്തിട്ട് ആ വെള്ളം വിവിധ പ്രദേശങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന സംവിധാനം നിലവിലുള്ളത്. അതിൻ്റെ പോരായ്മകളാണ് ഇന്നിപ്പോൾ നിലവിൽ സ്വാഭാവികമായിട്ട് ആരംഭിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായി പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടൽ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ആരാ ഉത്തരവാദി? ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വാട്ടർ അതോറിറ്റി തന്നെയാണ്. അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ പദ്ധതി കൊണ്ടുവന്ന് ഞങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് അവരുടെ ചുമതലയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ പ്രാദേശിക കുടിവെള്ള പദ്ധതി പലതും ഉള്ളതുകൊണ്ടാണ് പല മേഖലയിലും ഇപ്പോൾ ജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ടാണ് വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞത്, റോഡിൻ്റെ കാര്യം പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് ഓരോ വാർഡിലേക്ക് നമ്മൾ റോഡുകൾക്ക് വീതം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുല്യമായി കൊടുക്കുന്നു. 5 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് ഒരു വാർഡിലേക്ക് ആവറേജ് മെയിൻ്റനൻസ് ഫണ്ട് കിട്ടുന്നത്. അതായത് വാർഡ് മെമ്പർമാർ തന്നെയാണ് തീരുമാനിക്കുന്നത് എവിടെ ചെയ്യേണ്ടതെന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഇന്ന സ്ഥലത്ത് ചെയ്യാൻ ഒരിടത്തും പറയാറില്ല. അതായത് വാർഡിൽ ജനങ്ങളുടെ താല്പര്യം പരിശോധിച്ച് ഗ്രാമസഭയിൽ നിന്ന് ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാർ പ്രപ്പോസൽ വരുന്നു. അതനുസരിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു, അവർ പണി ചെയ്യുന്നു. ഇവിടെ ബില്ല് പൈസ ലാപ്സായി പോയ കാര്യം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വർക്കുകൾ ടെൻഡർ ചെയ്ത് ആ വർക്കുകൾ എസ്റ്റിമേറ്റ് എടുത്ത് അവർ വർക്ക് എടുത്തതിന് ശേഷം ബില്ലുകൾ ആയി കഴിയുമ്പോഴത്തേക്കും സർക്കാർ ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പണം കൊടുക്കാൻ കഴിയില്ല. മാർച്ച് 31 കഴിഞ്ഞാൽ ഈ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് ആരോർ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായി അടുത്ത വർഷത്തെ ഫണ്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ പണം നഷ്ടപ്പെടുന്നത് പഞ്ചായത്തിൻ്റെ ഉദാസീന എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സമയബന്ധിതമായിട്ട് കേരള സർക്കാർ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുക്കുന്നു, ടെൻഡർ നടപടി സ്വീകരിക്കുന്നു, കരാറുകാരനെ ഏൽപ്പിക്കുന്നു, അവർ എഗ്രിമെന്റ് വയ്ക്കുന്നു, പണികൾ ആരംഭിക്കുന്നു. ആരംഭിച്ച് പൂർത്തീകരിച്ച പണികൾക്ക് ബില്ല് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുമ്പോൾ പണം കൊടുക്കുന്നില്ല. പണം കൊടുക്കാതെ വരുമ്പോൾ നിയന്ത്രണമാണ് പ്രധാന കാരണം. അതാണ് എല്ലാം ഓവർലാപ്പ് ചെയ്യാൻ. കേരള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ കേരള സർക്കാരിന്റെ കീഴിലാണ്. ആ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതുപോലെ ഈ പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് ക്ലോറിൻ്റെ രുചി അത് പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണെന്ന് പറയുന്നു. ആ വാട്ടർ അതോറിറ്റി ആരുടെ കീഴിലുള്ളതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം.
Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look, before you decide. സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, പ്ലൈവുഡ്, ഡോർ ലോക്സ്, ഫിറ്റിംഗ്സ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ, നെറുലൈറ്റ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ്. സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒരുക്കുന്നു ടൂൾസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, WPC, ഗ്ലാസ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർസ്. പവർ ടൂൾ ഉൽപ്പന്നങ്ങൾ റെന്റിൽ ലഭ്യമാണ്. സാഫ ഗ്രൂപ്പ്, സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ്, സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പത്തനാട്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് നമ്മുടെ ഒരു ശ്രദ്ധയിൽ വരുന്നത്. ഇടയ്ക്കെങ്ങാനും പൈപ്പ് പൊട്ടിയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളല്ലാതെ ഞങ്ങൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതാണ്. കുഴപ്പമില്ല, നമ്മുടെ ശ്രദ്ധയിലില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഇടപെടാമായിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. അമിതമായ ക്ലോറിൻ കലർത്തിയാണ് വരുന്നത് എന്നൊരു ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത് അവിടെ കൃത്യമായി പ്യൂരിഫിക്കേഷൻ നടത്തിയാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. അതിനകത്ത് പരിശോധന നടത്തുമോ? പിന്നെ പരിശോധന നടത്താമല്ലോ. അത് ആർക്കു വേണേലും പരിശോധിക്കാം. വെള്ളം എടുത്ത് പരിശോധിക്കാമല്ലോ. പരിശോധിച്ച് ഉറപ്പ് വരുത്താവുന്നതാണ്. പിന്നെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്തി. മുൻകാലങ്ങളിൽ പദ്ധതി നിർവഹണത്തിന് സമയമില്ലായിരുന്നു. പദ്ധതി രൂപീകരണം എന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസം പദ്ധതി രൂപീകരണത്തിനും പദ്ധതി നിർവഹണത്തിന് ഒരു 5 മാസമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന് മാറ്റം വരുത്തി 12 മാസം ഇപ്പോൾ നിർവഹണത്തിന് സമയം കിട്ടുകയാണ്. കാരണം മാർച്ചിന് മുമ്പായിട്ട് പദ്ധതി രൂപീകരിക്കുകയാണ്. ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ഏപ്രിൽ മാറ്റം വരുത്തി ഏപ്രിൽ-മെയ് മാസത്തോടുകൂടി പദ്ധതി നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ 10 മാസത്തോളം നമുക്ക് എന്തായാലും പദ്ധതി നിർവഹണത്തിന് സമയം കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം മാർച്ച് മാസത്തിൽ മാത്രം ചെയ്യാൻ വേണ്ടി ഇതെല്ലാം മാറ്റിവെക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ മാർച്ച് മാസത്തിൽ ബില്ല് ചെല്ലുമ്പം മാറില്ല. കാരണം സർക്കാർ കൊടുക്കുന്ന പണം എത്രമാത്രം ചെലവഴിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് അടുത്ത ഗഡു കൊടുക്കുന്നത്. അത് ചെലവഴിക്കാതെ കിടന്നാൽ അടുത്ത ഗഡു കൊടുക്കില്ല. എന്തിനാണ് കൊടുക്കുന്നത്? ചെലവഴിക്കാതെ കിടക്കുന്ന പഞ്ചായത്തിന് എന്തിനു കൊടുക്കുന്നു? ആ ഏറ്റവും അവസാനം ബില്ലുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നമാകുന്നത്. അങ്ങനെയാണ് സ്പിൽ ഓവറിലേക്ക് പോകുന്നത്. ഈ ചെലവഴിക്കാതെ കിടക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ പദ്ധതി വിഹിതം ചെലവഴിക്കാത്തത്? അതല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു പദ്ധതി അങ്ങ് ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റെ നിർവഹണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് മാറുക. അപ്പോൾ പിന്നെ സ്ലോ ആവും. പിന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സ്ഥാനമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലോ ആവും. പിന്നെ ഇതിൻ്റെ അത് ശ്രദ്ധയില്ല. മുൻപിരുന്ന പ്രസിഡന്റ് വേറൊരു പ്രസിഡന്റ് വരുമ്പോൾ അതിനോട് താല്പര്യം കാണിക്കില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ നീണ്ടുപോകുന്നത്. കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഫണ്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ കോടിക്കണക്കിന് രൂപ ഇവിടെ സ്പിൽ ഓവറിലേക്ക് പോയിട്ടുമുണ്ട്. അധികാരങ്ങളുടെ മാറ്റങ്ങൾക്കിടയിൽ വികസനം നടത്താൻ മറന്നുപോയോ എന്നാണ് ചോദ്യം. ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി UDFിൻ്റെ ആണെങ്കിലും എൻ്റെ ഒരു അറിവിൽ എല്ലാവരുടെ കൂടിയാണ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നും ഉണ്ടാകാത്ത ആരോപണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കിയത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഏതെങ്കിലും മെമ്പർമാരെയോ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ എല്ലാം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അല്ലേ കൊടുക്കേണ്ടത്? പഞ്ചായത്തിലേക്ക് ഫണ്ട് കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് അല്ലേ? പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ഒത്തിരി വാരികോരി കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും തെളിവുണ്ട്. മണക്കാട് തൊട്ട് ചിറ്റൂർ തൊട്ട് തൊടുപുഴയുള്ള റോഡ്, ചിറ്റൂർ രാമംഗലം റോഡിൻ്റെ ആ റീച്ച് തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്ന എത്ര കാലമായി?
ഞാൻ മനസ്സിലാക്കിയത് MLA 2,05,00,000 രൂപ പ്രപ്പോസൽ ചെയ്തു. ഞാൻ അത് മാറ്റി വെച്ചുകൊണ്ട് ഈ പ്രദേശത്തോട് അവഗണന കാണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവർ ഇടപെട്ടില്ല? ഇവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഇടപെട്ടില്ല. MLA ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ വരുമ്പം സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് സമ്മർദ്ദം ചെലുപ്പിച്ച് ആ റോഡ്, ഈ പ്രദേശത്തിൻ്റെ ചങ്കായ റോഡാണ് ഇത്. ഈ റോഡ് അവിടെ വരുന്നിട്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്താണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചാണ് കുടിവെള്ള പദ്ധതി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്താണ് ഈ വലിയ ബൃഹത്തായ 20 കോടി രൂപയുടെ സ്വത്തുവല പദ്ധതി ഇവിടെ നടപ്പാക്കിയത്. പിന്നെ കാലാകാലങ്ങളിൽ ഇരിക്കുന്ന ഗവൺമെൻറ്റുകളും കാലാകാലം ഇരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികളും കാര്യങ്ങൾ നടത്തും. അതിനല്ലേ അവർ ഏൽപ്പിച്ചേക്കണത്. അല്ലാണ്ട് ഞങ്ങൾ മാത്രം നടത്തി ഞങ്ങളുടെ വാർഡിൽ മാത്രം വികസനം നടന്നിട്ടുള്ളൂ, മറ്റുള്ള വാർഡിലെല്ലാം മോശമാണ് എന്നുള്ള മോശം പരിപാടിയാണ്. ഇത്ര നാളും പറയാത്തൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നത് വളരെ മോശമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ? മറ്റ് വാർഡുകൾ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. വികസന കാര്യങ്ങളിൽ ഒരു താരതമ്യം ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോപണങ്ങളാണോ ഇത്? ഒരിക്കലുമല്ല. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് ഒരു മറുപടിയില്ല. പണ്ട് ഒരു പ്രമുഖ ചാനൽ ചർച്ചയിൽ മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്നൊരു നേതാവ് പറഞ്ഞ പോലെ ഒരു ചെറിയ പിഴവ് പറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ തെരഞ്ഞെടുപ്പിൽ. അത്രയും അതിനകത്ത് മറുപടി. എന്തായിരുന്നു ആ പിഴവ്? ആള് പറഞ്ഞേ ഒരു BJPയുടെ പ്രതിനിധി മാത്രമുള്ള ആൾ ഇപ്പോൾ UDF ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. അത് ചെറിയ പിഴവെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. അതിരിക്കട്ടെ, അപ്പം തന്നെ ഒരു കൂട്ടുകെട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ പിന്നെ വന്ന ഒരു 2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. LDFൻ്റെ മെമ്പർമാരുള്ള വാർഡുകളിൽ മാത്രം വികസനം, ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. മറ്റ് പദ്ധതികൾ സമഗ്രമായി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഒരു ശ്രമം LDFൻ്റെ മെമ്പർമാർ ഇരുന്നിടത്ത് നടന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നമ്മൾ പോയി നോക്കുക, നമ്മുടെ PHCകളിൽ പോയി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. പഴയ PHC ആണോ, അതിന് ഗവൺമെൻറ് എന്തൊരു ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഈ സ്കൂള് എൻ്റെ വാർഡിലാണ്, ഞാൻ ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന എൻ്റെ വാർഡിലാണ്. ആ സ്കൂള് പണ്ട് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട സ്കൂളാണ്. 1ാം ക്ലാസ്സിൽ ഒരു കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ബ്ലോക്ക് മെമ്പർ ജയൻ്റെ കൊച്ചു മാത്രം, ഒരു കൊച്ചു മാത്രമേ ഇന്ന് പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു. പാവപ്പെട്ടവൻ്റെ കുട്ടിയും പണക്കാരൻ്റെ കുട്ടി പഠിക്കുന്ന പോലെ എല്ലാ സൗകര്യം ഉണ്ടാകുന്ന വാശി ഗവൺമെൻറ്റുണ്ട്. അത് അതിൻ്റെ അർത്ഥത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രാവർത്തികമാക്കി സ്കൂൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ സർക്കാർ സ്കൂളുകളിലും സംവിധാനം. ഇത് ജനങ്ങൾ നേരിട്ട് അനുഭവവേദ്യമാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ഈ സുധാകരൻ സാർ സൂചിപ്പിച്ചാണ് ഔഷധ സസ്യങ്ങളുടെ കേസ്. എൻ്റെ വാർഡിലാണ്. എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പരമാവധി അവർക്ക് തൊഴിൽ ലഭ്യമാക്കിയെങ്കിൽ മാത്രമാണ് മെറ്റീരിയൽ വർക്ക് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. നമ്മുടെ പശ്ചാത്തല മേഖല റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരമാവധി അവർക്ക് തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനൊരു പേരിട്ടു ഔഷധ സസ്യങ്ങൾ. ജനകീയ സഹകരണത്തോടെ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കറിയാമല്ലോ എത്ര കാര്യം നടപ്പാകും എന്ന്. ഇപ്പോഴും അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ വൃത്തികേടായിട്ടല്ല കിടക്കുന്നത്. റോഡ് വൃത്തിയായിട്ടിരിക്കണം, ഭംഗിയായിട്ടിരിക്കണം, അവർക്ക് തൊഴിൽ കിട്ടണം. അതിൻ്റെ ഭാഗമായി പശ്ചാത്തല മേഖലയിൽ നമ്മുടെ വാർഡുകളിൽ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കണം. ഇതാണ് ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, മണക്കാട് പഞ്ചായത്തിൽ എത്ര വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് മെറ്റീരിയൽ വർക്ക് നടത്തിയിട്ടുണ്ട്. എല്ലാ വാർഡിലും നടത്താമായിരുന്നല്ലോ. ഈ പറയുന്ന പ്രധാനപ്പെട്ട പല വാർഡുകളിലും നടത്തിയിട്ടില്ലല്ലോ. ചില വാർഡുകളിൽ മാത്രമല്ല. അതിന് റിസ്ക് എടുക്കാൻ തയ്യാറാകണം, അതിന് മെമ്പർമാർ മുൻകൈ എടുക്കാൻ തയ്യാറാകണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കാതെ, വികസനം നടക്കാതെ നമ്മൾ ചുമ്മാ വർത്താനം വന്നിട്ട് കാര്യമില്ല. അതാണ് ഈ ഔഷധ സസ്യമായിട്ട് വന്നത്. സ്റ്റേഡിയത്തിൻ്റെ കേസൊക്കെ കുറേ ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. ആരാണ് സ്റ്റേഡിയം ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്നും അതിൻ്റെ അനുഭവം എന്താണെന്നും ആ സ്റ്റേഡിയം എന്താണ് തെക്കും ഭാഗത്തേക്ക് പോകാൻ കാരണമെന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ വളരെ കാലമായിട്ട് അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്ഥലമാണത്. ആ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്ഥലത്ത് ഗവൺമെൻറ്റിന് അതിന് യാതൊരു പങ്കുമില്ല. അവിടെ കുറുക്കൻകാടായിട്ടല്ല സാറേ ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പം അത് അവിടെ വൃത്തിയാക്കി ആ പ്രദേശം നാട്ടിലെ പിള്ളേർ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ ഇപ്പോൾ അത്യാവശ്യം സംവിധാനങ്ങളുണ്ട്. കുറുക്കൻകാട് എന്നുള്ള സംവിധാനം മാറ്റിക്കോ. പക്ഷേ നമുക്ക് ഇവിടെ ലഭിക്കേണ്ട ഒരു വികസന നേട്ടം ഇല്ലാതായി എന്നുള്ളത് സത്യമാണ്. അതാണ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ തരത്തിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടോട് തന്നെയാണ് ഇപ്പോൾ. ഓക്കെ അടുത്ത ചോദിക്കാനുള്ളത് ആരാണ്? ആർക്കാണ് ചോദിക്കാനുള്ളത്? അടുത്ത ചോദിക്കാൻ. ഓക്കെ, BJPയുടെ പ്രതിനിധിയിലേക്ക് ഞാനെത്താം. കോൺഗ്രസുമായിട്ട് ഒരു ഐക്യം ഉണ്ടോ? രാഷ്ട്രീയമായ ഒരു ചോദ്യമാണത്. എനിക്ക് പറയാനുള്ളത്, കേരളമൊഴിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അവരാണ് മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു മെമ്പറുള്ള BJPയെ കുറിച്ചിട്ട് ഈ ഔഖ്യാതി പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജസ്ഥാനിലെ കോൺഗ്രസ്സുകാർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ CPMൻ്റെ അടിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നം പോയേനെ. അവർക്കുള്ള തേളോ പഴുതാരയൊക്കെ ആയിട്ട് നടക്കേണ്ടി വന്നേനെ. ആ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇവർ. കേരളത്തിൽ ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ വഞ്ചനയാണ് ശരിക്കും.
കാരണം എല്ലാ സംസ്ഥാനത്തും ഒന്നിച്ചു നിന്നിട്ട് കേരളത്തിൽ ഇവർ പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നത് രാഷ്ട്രീയ വഞ്ചനയാണ് ശരിക്കും. അതാണ് BJP പറയാനുള്ളത്. ഓക്കെ, ചോദ്യം ഒന്നിനു പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്. കാരണം വെച്ചാൽ ഈ തനത് ഫണ്ടെന്ന് കുറിച്ച് പറഞ്ഞല്ലോ, വെറും 50 ലക്ഷം രൂപയാണ് പ്രസിഡന്റ് പറഞ്ഞത് ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ ഒരു ഫണ്ട് ഈ പഞ്ചായത്തിനുണ്ടായത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനമായിട്ട് ഇവിടെ വ്യവസായമില്ല, വ്യാപാരമില്ല, അതുകൊണ്ടൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഫണ്ട് ഇങ്ങനെ കുറഞ്ഞ് ഇത്രയും കുറവുള്ള പഞ്ചായത്ത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കില്ല. ഇത്രയും വർഷമായിട്ട് ഈ പഞ്ചായത്തിന് ആ തരം കാര്യങ്ങളിൽ, വ്യവസായത്തിൻ്റെ കാര്യത്തിൽ, വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫണ്ടില്ലാത്തത്. കാരണം നികുതി കിട്ടണമെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളുണ്ടാകണം. അതുകൊണ്ട് തനത് ഫണ്ടുണ്ടാകാതെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ ആരോഗ്യ മേഖലയിൽ ഇവർ പറയുന്ന ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സഹായവും ആ കാര്യത്തിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് ഈ ജൽജീവൻ പദ്ധതി. ഈ പൈപ്പ് ലൈൻ എല്ലായിടത്തും സൗജന്യമായിട്ട് എത്തിച്ചിരിക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആരോഗ്യമന്ത്രി എഴുതി വയ്ക്കില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യമന്ത്രി ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും എഴുതി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ എഴുതി വെച്ച് തുടങ്ങിയത്. അതുപോലെ PM-3 പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ LDFിൻ്റെ ആൾക്കാർ പറഞ്ഞു. PM-3 പദ്ധതി എന്ന് പറയുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, നല്ല സാഹചര്യത്തിൽ പഠിക്കാനുള്ള പദ്ധതിയാണിത്. അതിനെ അട്ടിമറിച്ചവരാണ് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഈ പറയുന്ന പദ്ധതികളൊന്നും ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ പദ്ധതി, അതുപോലെ ഈ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പദ്ധതി ഒന്നും നടപ്പാക്കാനായിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് 70 വയസ്സ് കഴിയുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നത്. പറഞ്ഞ ഇപ്പോൾ ജലജീവൻ കേന്ദ്ര സർക്കാർ നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യം തർക്കമൊന്നുമില്ല. നമ്മളൊരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്. ഇവിടെ ജലജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മാത്രം പൈസയാണോ? കേന്ദ്ര ഗവൺമെന്റ് വിഹിതമുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് വിഹിതമുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് വിഹിതമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി നൽകുന്നു പറഞ്ഞേ. അല്ല, അതാ പറഞ്ഞേ, കേന്ദ്ര ഗവൺമെന്റ് വിഹിതമുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് വിഹിതമുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമുണ്ട്, ഗുണഭോക്താവിന്റെ വിഹിതമുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയാണ് ജലജീവൻ പദ്ധതി. ആ പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സ്കൂളുകളിലെ പ്രശ്നം ഇതെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി മാത്രമല്ല, പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സഹായവും നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമുണ്ട്. അതിനൊന്നും തർക്കമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ തെളിവാണല്ലോ, ഇവിടെ പകൽ പോലെ വ്യക്തമാണ്, മറുപടി ഇല്ല, ചെറിയൊരു പിഴവ്, ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ചെറിയ പിഴവ് വരുന്നത്. ചെറിയ പിഴവാണോ? ഞാനിത് പറഞ്ഞ നമ്മൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ഭൂരിപക്ഷ വോട്ടെടുപ്പല്ല. അതിന് ചില പ്രത്യേക ഒരു മാനദണ്ഡത്തിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. മൊത്തം അംഗങ്ങളെല്ലാം കൂടെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ആളുകളെ വോട്ട് ചെയ്ത്, അല്ലെങ്കിൽ മുൻഗണനാക്രമത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെന്നുള്ള നിലയിലാണ് അതിൻ്റെ ക്രമീകരണം നടന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധിക്ക് അവിടെ യഥാസമയത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു നെഗറ്റീവ് വശം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു അതിനെ സംബന്ധിച്ച് പറയാം. അതിനെപ്പറ്റി അദ്ദേഹത്തെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ 2000 തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് ചിരി വരുന്ന കാര്യം എന്ന് വെച്ചാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രിതല പഞ്ചായത്ത് രൂപം നൽകി. ഗ്രാമപഞ്ചായത്തുകൾ ചില അധികാരം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ അധികാരത്തോടൊപ്പം തന്നെ ഫണ്ട് കൊടുക്കാൻ നിയമപരമായ ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ഇതെല്ലാം തരുന്നത് വിന്യസിപ്പിക്കുന്നത് പഞ്ചായത്തിലൂടെയാണ്. അപ്പോൾ പഞ്ചായത്തിൽ കിട്ടുന്ന പണം വേണ്ട വിധത്തിൽ ഗ്രാമസഭകൾ കൂടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിൻ്റെ ഗുണം കിട്ടുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ തന്നാന്ന് പറഞ്ഞാൽ എന്താ രീതികൾ? അങ്ങനെയാണെങ്കിൽ ഭരണസമിതി എന്ന് പറയേണ്ട കാര്യം സർക്കാർ നേരിടും ചെയ്താൽ പോരെ. പഞ്ചായത്ത് നല്ല ചെയ്താൽ നല്ലെന്ന് പറയണം, അല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്തെല്ലാം ഞങ്ങളാന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഇവിടെ മെമ്പർ പറഞ്ഞു, ഇവിടെ ലാബ് സാഹിബ് എന്ന് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് 50 ലക്ഷം രൂപയാണ് പാവപ്പെട്ട ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ വേണ്ടി പ്രോജക്റ്റ് ഉണ്ടാക്കി. 1 രൂപ ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? കർശനമായ ആ പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാർ ഇടപെടാത്തതുകൊണ്ടാണ്, നിയമത്തിലുണ്ടായ അപാകത കൊണ്ടാണ്. പിന്നെ റോഡുകളുടെ കാര്യത്തിൽ റോഡിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ്. 6 മാസം 12 മാസം സമയം എന്ന് പറഞ്ഞ കാര്യം. അങ്ങനെയാണ് ഏതൊക്കെ വാർഡുകളാണ് ലാപ്സായി പോയെന്ന് പരിശോധിക്കേണ്ടി വരും. UDFിന്റെ വാർഡ് മാത്രം ലാപ്സായി, മറ്റു മെമ്പർമാരുടെ വാർഡിൽ ലാപ്സായിട്ടില്ല എന്ന് പറയുവാണ് മനസ്സിലാവുക. അങ്ങനെ കാർഡടിച്ച് ആക്ഷേപിക്കാൻ അർത്ഥമില്ല. ഒരു പദ്ധതി തയ്യാറാക്കി, എസ്റ്റിമേറ്റ് തയ്യാറാക്കി, അത് പഞ്ചായത്തിന്റെ ഗ്രാമസഭകൾ അവതരിപ്പിച്ച്, അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച്, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച്, ഒട്ടേറെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊതുമരാമത്ത് പണികൾക്കെല്ലാം സാങ്കേതിക അനുമതി ആവശ്യമാണ്.
പ്രൈസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക സോഫ്റ്റ്വെയറിലൂടെയാണ് കൊടുക്കുന്നത്. പ്രൈസ് പലപ്പോഴും ഓപ്പണിംഗ് അല്ല, സർക്കാർ മനഃപൂർവ്വം ചെയ്യുന്ന. കാരണം ഇങ്ങനെ ഓപ്പണിംഗ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചായത്തുകൾ ഇഷ്ടപേരെ എടുക്കും, ടെൻഡർ ചെയ്യും, പണം കൊടുക്കേണ്ടി വരും. ആ പ്രൈസ് പലപ്പോഴും ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിന് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം എല്ലാ പഞ്ചായത്തിലും അങ്ങനെയല്ലോ, മറ്റെല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിൽ എത്രയാ 99% അവിടെ ഇതേ സംവിധാനമല്ലേ ഉള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ ഈ കേന്ദ്ര ഫണ്ട് കൃത്യമായിട്ട് കിട്ടുന്നു, ഇങ്ങനെ കൊടുക്കുക എന്നാ പറഞ്ഞത്. PM ശ്രീയുടെയും മറ്റുമൊക്കെ പറഞ്ഞു. ഇപ്പോൾ PMAY പദ്ധതിയുണ്ട്. PMA പദ്ധതിയിൽ എത്ര ഗുണഭോക്താക്കളാണ് എഗ്രിമെന്റ് വെച്ചിട്ട് ഇരിക്കണമെന്ന് അറിയാവോ? ഈ പഞ്ചായത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? കേന്ദ്ര സർക്കാർ 75,000 രൂപ കൊടുക്കും, കേരള സർക്കാർ 3,25,000 രൂപ കൊടുക്കുന്നത്. നരേന്ദ്രമോദിയുടെ പടം വെക്കണം. 75,000 കൊടുക്കുന്ന ആളുടെ പടം വെക്കണം. 3,20,000 കൊടുക്കുന്ന അങ്ങനെയല്ല പറയണത്, അങ്ങനെയല്ല പറയുന്നത്. കേന്ദ്ര സംസ്ഥാന പദ്ധതി എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. വിഷയത്തിലേക്ക് വരട്ടെ. ഇതുവരെയും ഈ 75,000 രൂപയുടെ ആദ്യ ഗഡു ഈ ഗുണഭോക്താക്കൾക്ക് കൊടുത്തിട്ടില്ല. കൊടുത്തായിരുന്നെങ്കിൽ അവർക്ക് വീട് നിർമ്മാണം ആരംഭിക്കാം. ഇവിടെ പഞ്ചായത്തിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടും ഗവൺമെന്റ് ഫണ്ടും അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ 75,000 ആദ്യ ഗഡു കൊടുക്കാത്തതുകൊണ്ട് എത്ര നൂറുകണക്കിന് ആളുകളാണ് തൊഴിൽ ഒരു വീടിന് കൊടുക്കുന്ന 4 ലക്ഷം രൂപയാണ്. അത് ഗ്രാമപഞ്ചായത്ത് ഒരു വിഹിതമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതമുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ബാക്കി 3,4 ലക്ഷം രൂപ, 75 എന്ന് പറഞ്ഞാൽ ബാക്കി 3,4 സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ എടുക്കലായിട്ട് തിരിച്ചടയ്ക്കുക, പഞ്ചായത്തുകൾക്ക് ലോൺ തരുവാണ്. പഞ്ചായത്തുകൾക്ക് എടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഫണ്ടുകൾ ഓരോ വർഷവും അടച്ചു തീർക്കുക. നരേന്ദ്രമോദിയുടെ പണം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അത് എല്ലാം കൂടി ചേർന്ന് സംയുക്ത പദ്ധതിയാണ്. അതുകൊണ്ട് അതായത് ഈ ത്രിതല പഞ്ചായത്ത് ഞാൻ സൂചിപ്പിച്ചു, സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് 5 പേര് ചേർന്നാണ് ഒരു 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതൊക്കെ കാലോചിതമായി പരീക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. 2015 തുടങ്ങിയ പദ്ധതിയാണിത്. ഈ പദ്ധതി അന്നും ഈ 4 ലക്ഷം രൂപ, 2025 4 ലക്ഷം രൂപ. തൊഴിലാളി മേഖലയിലെ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു, കൂലി വർദ്ധിച്ചു, എന്നിട്ട് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ആ തുക പോലും യഥാസമയത്ത് ഈ പല ഘട്ടങ്ങളിൽ ആളുകൾ കൊടുക്കാത്തതുകൊണ്ട് പണികൾ പൂർത്തീകരിക്കാത്ത സ്ഥിതിയുണ്ട്. പഞ്ചായത്തിന്റെ 5 പൈസ പോലും കൊടുക്കാതിരുന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വിഹിതവും അപ്പോൾ തന്നെ കൊടുക്കുന്നു. പിന്നെ ബ്ലോക്ക്, ജില്ലാ, കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ കിട്ടുന്നുണ്ടോ? അതും ഘട്ടഘട്ടമായി അതോ ഓരോ തലങ്ങളിൽ പെൻഡിംഗ് ഉണ്ട്. കാരണം പല തലത്തിലും അത്തരത്തിലുള്ള ഫണ്ടുകൾ യഥാസമയത്ത് കിട്ടാത്തതുകൊണ്ട് പണി പൂർത്തീകരിച്ചെങ്കിലും പൈസ കിട്ടാത്ത സ്ഥിതിയുണ്ട്. ഏതെങ്കിലും ഫണ്ട് കിട്ടാത്തുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. അത് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏത് പദ്ധതിയാണെങ്കിലും പണം റെഡിയാണ്, പണം കൃത്യമാണ് കണക്ക് കൊടുക്കണം. ചുമ്മാ ചെലവാക്കി വർത്താനം പറഞ്ഞാൽ പോലെ പണം വെക്കാത്തതുകൊണ്ട് പണം തന്നില്ല, അതാണ് യാഥാർത്ഥ്യം. പാർലമെന്റ് പറഞ്ഞാൽ പാർലമെന്റിൽ നമ്മളുടെ കവലയ്ക്കെന്ന് പറയുന്ന പോലെ അല്ല, പാർലമെന്റ് പറയുന്നത് കൃത്യമായിട്ടുള്ള നിയമമാണ്. കവലയ്ക്ക് പ്രസംഗിക്കുമ്പോഴല്ല, ഇരുവിനെന്തും പ്രസംഗിക്കാം. പക്ഷെ കേന്ദ്രമന്ത്രിക്ക് പാർലമെന്റിൽ പറയാൻ പറ്റില്ല. പാർലമെന്റിൽ കൃത്യമായിട്ട് കേരളത്തിലെ MP-മാർക്ക് മറുപടി കൊടുത്തതാ. കേന്ദ്രം കൊടുത്തു എന്ന് പറയണു, കേരളം തന്നില്ല എന്ന് പറയണു. നമ്മളേതാ വിശ്വസിക്കുന്നത്? ഇത് ആരാണ് കഷ്ടപ്പെടുന്നത്? നമുക്ക് വരാം, തിരിച്ചു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. മണക്കാട് പഞ്ചായത്ത് ഇടുക്കി ജില്ലയുടെ കവാട കേന്ദ്രമാണ്, കവാട ഗ്രാമമാണ്. ഇതൊരു കാർഷിക ഗ്രാമമാണ്. നമ്മുടെ ഇവിടുത്തെ കാർഷിക വിഭവങ്ങൾ സമാഹരിച്ച് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം, ഒരു കാർഷിക വിപണന കേന്ദ്രം ഇതേപ്പറ്റി നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ട് കൊല്ലങ്ങളോളായി. ഇതുവരെ അതിനെപ്പറ്റി നടപ്പിലായിട്ടില്ലാത്ത സത്യം. എന്തെങ്കിലും നടപടി അതിനെപ്പറ്റി രണ്ടുപേരും മാറി മാറി ഭരിച്ചതാണല്ലോ. എന്താണ് മറുപടി? മറുപടി പറയും, ഫസ്റ്റ് മറുപടി പറയും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ സുപ്രധാനമാണ്. കാർഷിക മേഖലയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റും ഒക്കെ പല പദ്ധതികൾ ആലോചിച്ചുകളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത്, ഞങ്ങൾ UDF കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ഈ ഗവൺമെൻറ്, ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷമാണ് ഒരു കാർഷിക ഉൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ പദ്ധതി തയ്യാറാക്കി. അത് പഞ്ചായത്തിൻ്റെ വഴിത്തിരിയിലുള്ള പബ്ലിക് മാർക്കറ്റിൻ്റെ സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കാനുള്ള പണികൾ നടന്നു. 1ാം ഘട്ടം പണി പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൻ്റെ പണിയും കുറേ ഭാഗങ്ങൾ തീർന്നു. ഈ 25-26 വർഷത്തെ പദ്ധതി പണം കൂടി ചെലവഴിക്കുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ സാങ്കേതികമായിട്ടുള്ള പല ഈ ടെക്നിക്കൽ താമസം വന്നുകൊണ്ടാണ് അതിന്റെ ഫണ്ട് അനുവദിക്കുന്ന ബാക്കി പണി പൂർത്തീകരിക്കാൻ കഴിയും. എന്തായാലും പൂർത്തീകരിച്ചു തരും. ഇനി ചോദ്യം ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യം.
നമ്മൾ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്ത 5 വർഷം BJPക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ അടുത്ത 5 വർഷം എത്രത്തോളം വികസനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് നടത്താനായിട്ട് സാധിക്കും? മനസ്സിൽ കണ്ടുകൂട്ടിയിരിക്കുന്ന എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? BJPയെ സംബന്ധിച്ച് അടുത്ത വർഷം അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ നിർണായകമായൊരു ശക്തിയായിട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ വരും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല. വോട്ടിന്റെ എണ്ണം മാത്രമല്ല, സീറ്റിന്റെ എണ്ണം വർദ്ധിക്കും. പക്ഷേ സമഗ്രമായിട്ടുള്ള പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ, സമരങ്ങൾ അതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ രംഗത്തും ശക്തമായിട്ടുള്ള പുരോഗതി ഉണ്ടാകണം. നമ്മൾ വെറുതെ പ്രചരണം മാത്രം പോരാ. ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരും MLA മാരും ഒക്കെ വിദേശത്ത് പോയി ചികിത്സിക്കാൻ പോകുന്നത് പോലെയല്ല. അത് ഒരു വഞ്ചനയാണത്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ ബസ്സിൻ്റെ KSRTCയുടെ പുറകിൽ എഴുതി വയ്ക്കും കേരളം ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്താണെന്ന്. എന്നിട്ട് MLA മാർക്കും MP മാർക്കും മുഖ്യമന്ത്രിക്കൊക്കെ അസുഖം വന്നാൽ ഉടനെ വിദേശത്തേക്ക് പോകും. അപ്പോൾ അത് കേരളത്തിൽ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ തരം പരിപാടികളല്ല. നേരെ മറിച്ചിട്ട് സാധാരണക്കാരന് ഗുണം കിട്ടുന്ന രീതിയിലുള്ള പരിപാടികൾ, പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, പുരോഗതികൾക്ക് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാന നിലയിൽ, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ്. LDF എത്തുകയാണ്. അടുത്ത 5 വർഷം നിങ്ങൾ തിരികെ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏതായാലും BJPയുടെ പ്രതിനിധി പറഞ്ഞത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. അവരേതായാലും സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷേ ഇപ്പോൾ വരില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം അവർ എത്ര വാർഡിൽ മത്സരിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. 8 പേര് വേണം. അവർക്ക് ഘട്ടം ഘട്ടമായി മുന്നിലേക്ക് ആവശ്യമില്ല, നുണ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തവണ ഇവര് 13 വാർഡുകളിൽ മത്സരിച്ചവരാണ്. കഴിഞ്ഞ തവണ 13 വാർഡിൽ മത്സരിച്ചവരാണ്. ഇത്തവണ പല വാർഡിലും ഇല്ല. അതൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ് ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അത് എന്തെങ്കിലും ആട്ടെ. ഇല്ലെന്നേ, ബാക്കി 5 വർഷം, അടുത്ത 5 വർഷം നിങ്ങൾ അധികാരത്തിലെത്തി എന്തൊക്കെ ചെയ്യും? അടുത്ത 5 വർഷം ഇവിടെ പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിലൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ട് പരിഹരിക്കും. ഗ്രാമീണ റോഡുകൾ, തൊഴിലുറപ്പ് പദ്ധതിയെ പരമാവധി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ വാർഡിൽ വന്ന് നോക്കിയാൽ ഒരു സ്റ്റേഡിയം പണിതിട്ടുണ്ട്. മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതാണ്. ഇതേപോലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ 100 തൊഴിൽ ആളുകൾക്ക് കൃത്യമായിട്ട് ലഭ്യമാക്കുകയും അതിലൂടെ നമുക്ക് കിട്ടുന്ന ഫണ്ടിന് വർധനവുണ്ടാക്കി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് റോഡ് നിർമ്മാണ മേഖലയിൽ ഇടപെടും. പിന്നെ മറ്റൊന്ന്, കളിസ്ഥലം. പഞ്ചായത്തിലൊരു കളിസ്ഥലം എന്ന് നമുക്ക് എത്താനേ പറ്റിയിട്ടില്ല. MBIPക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ആ സ്ഥലം വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ ഇരിക്കുകയാണ്. മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. സ്ഥലമെടുക്കാനോ ഏതെങ്കിലും നമ്മുടേതായ സ്ഥലം കിടപ്പുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും പണിയാൻ കഴിയും. ഇപ്പോൾ PHC ഇവിടെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ ചേർന്ന് ഒരു ടർഫ് പണിയാനുള്ള സ്ഥലം കിടപ്പുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ആലോചനയില്ല. ഭാവനാപൂർണ്ണമായിട്ട് സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കും. അതനുസരിച്ച് പോകും. പ്രസിഡന്റ്, തുടർ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഒന്ന് പ്രധാനമായും ഇപ്പോൾ പ്രതിപക്ഷ മെമ്പർ സൂചിപ്പിച്ച ഈ PHC കോമ്പൗണ്ടിൽ സ്ഥലമുണ്ട്, അവിടെ ടർഫ് പണിയാന്ന് പറഞ്ഞ നിയമപരമായി നടക്കില്ല. ആരോഗ്യ സ്ഥാപനങ്ങളുടെ പരിധിക്കുള്ളിൽ ആരോഗ്യപരമായ സ്ഥാപനങ്ങൾക്കല്ലാതെ മറ്റൊരു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രധാനമായ ലക്ഷ്യം. ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യമായി ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തകർന്നു കിടക്കുന്ന കമ്പിപ്പാലം അത് പുനഃസ്ഥാപിക്കാൻ ത്രിതല പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിന് മാത്രം കഴിയില്ല. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ MP ഫണ്ട്, MLA ഫണ്ട് പോലുള്ള ഏതെങ്കിലും സോഴ്സുകളിലൂടെ ഞങ്ങളൊരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നവർ നോക്കിയിട്ട് നടന്നിട്ടില്ല. ഞങ്ങളത് കഴിയുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു 2014 ഈ പാലം തകർന്നു പോയത്. അന്ന് ആദ്യം PT തോമസ് MLA ആയിരുന്ന കാലത്ത് പണിത പാലമാണ് 2014 പോയത്. ബഹുമാന PJ ജോസഫ് 40 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിന് അനുവദിച്ചാണ് പുനർനിർമ്മിച്ചത്. അതാണ് വീണ്ടും ഈ 2018 തകർന്നു പോയത്. ഇതേവരെ ഗവൺമെൻറ് യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഗ്രാമീണ കളിക്കളത്തിൻ്റെ കാര്യത്തോട് സൂചിപ്പിച്ചു. പച്ചൂരുള്ള MVP കനാലിൻ്റെ 1.5 ഏക്കർ സ്ഥലം ഈ ആവശ്യത്തിന് വിട്ടുതരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഇറിഗേഷൻ മിനിസ്റ്റർ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് പ്രപ്പോസൽ കൊടുക്കുകയും അത് അദ്ദേഹം 100% അതിനുവേണ്ടി എല്ലാ പിന്തുണയും അവിടെ ഓപ്പണായി പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊന്ന്, പുലിക്കുന്ന മുണ്ടമല ടൂറിസം പദ്ധതി. നമ്മുടെ പഞ്ചായത്തിൽ വലിയ സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം.
വലിയ ഒരു ഉയർന്ന പ്രദേശമായ മുണ്ടമ്പലയും പുലിക്കുന്നതും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള റോപ്പ് വേ ഉൾപ്പെടെയുള്ള വലിയ ടൂറിസം പദ്ധതിക്ക് സാധ്യതയുണ്ട്. അതിന് മറ്റ് സ്പോൺസർഷിപ്പിലൂടെ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളൊന്നും ഈ പറയുന്ന പല പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു വലിയ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇടുക്കി ജില്ലാ കൃഷിത്തോട്ടം ഇവിടെ സൂചിപ്പിച്ചു. ഇടുക്കി ജില്ലയുടെ തുടക്കം ആരംഭിക്കുന്ന മണക്കാട് പഞ്ചായത്തിൽ നിന്നാണ്. തൊടുപുഴ ആറാണ് എൻ്റെ, അതിനപ്പുറം എറണാകുളം ജില്ല. ഇവിടെ ഏതാണ്ട് 75 ഏക്കറോളം വരുന്ന ജില്ലാ കൃഷി ഫാമിൻ്റെ സ്ഥലത്ത് ഒരു ഫാം ടൂറിസം പദ്ധതി പലതവണ ജില്ലാ പഞ്ചായത്തിൽ പ്രപ്പോസൽ കൊടുത്തതാണ്. ജില്ലാ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ജില്ലാ പഞ്ചായത്തിന് വലിയ ഒരു അവരുടെ അണ്ടർ കസ്റ്റഡിയിലാണ് ജില്ലാ കൃഷി ഫാം ഇരിക്കുന്നത്. അതൊരു വലിയ സാധ്യതയായി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലെ 50-ലേറെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പഞ്ചായത്ത് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതായത് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ വീട്ടിലിരിക്കുന്ന നിരവധി ഭിന്നശേഷിക്കാരുണ്ട്. അവരെ ഒന്ന് പാർപ്പിക്കാൻ ആവശ്യമായ പുനരധിവാസ കേന്ദ്രം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരെ പാർപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 75-80 ലക്ഷം രൂപയുടെ ഒരു വലിയ കെട്ടിടം നിർമ്മിച്ച് അവിടെ ഇതിനാവശ്യമായ ഭൗതിക സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ ഇവിടെ വഴുത്തലയിലുള്ള യുണൈറ്റഡ് ഗ്രാനൈറ്റ് മെറ്റൽ എന്ന് പറയുന്ന ആ സ്ഥാപനം സ്പോൺസർ ചെയ്തു. ഞങ്ങളത് ഏറ്റെടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അവർ റിക്വസ്റ്റ് തന്നു. അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ശുപാർശയോടുകൂടി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുകൊണ്ട് പറ്റത്തില്ല. അത് ആ മേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് പൂർണ്ണമായി നടപ്പാക്കുന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അങ്ങനെ സമഗ്രമായിട്ടുള്ള മറ്റൊരു പദ്ധതിയുണ്ട്. മറ്റൊരു വയോജനങ്ങൾ, നമ്മളെല്ലാവരും ആരും അവഗണിക്കപ്പെടുന്നവരെന്ന് വെച്ചാൽ ആരാലും പല വീടുകളിലും ആൾക്കാർ പ്രായം ചെയ്യുന്നവരെ വീട്ടിലിരിക്കുന്നവരുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ സായം പ്രഭാ കേന്ദ്രങ്ങൾ, അത് ഒരു വലിയ പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ വേണ്ടി പഞ്ചായത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ജനങ്ങൾക്ക്, ഏറ്റവും ഗ്രാസ് റൂട്ടിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നത്. ഒരു പഞ്ചായത്തിൻ്റെ ചെറിയ ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. വിവിധ തലങ്ങളിലുള്ള ഏജൻസികളെ സമീപിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ വന്നാൽ ആശ്രയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിറ്റ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് വെച്ച് അവർക്ക് കിറ്റ് കൊടുക്കും. മറ്റൊന്ന്, ഇവിടെ നിർത്തലാക്കിയ ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് ഊണ്, 25 രൂപയ്ക്ക് പാഴ്സൽ കൊടുത്തുകൊണ്ടിരുന്നൊരു ഹോട്ടലുണ്ട്. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പുനഃസ്ഥാപിക്കും. 3, ഗ്രാമവണ്ടി ഇവിടെ ഓടും. അപ്പം പഞ്ചായത്ത് അതിന് ഡീസൽ അടിച്ചു കൊടുത്താൽ KSRTC ബസ്സിൽ ഓടും. അതിനാവശ്യമായുള്ള പദ്ധതി തയ്യാറാക്കി ഗ്രാമവണ്ടി ഇതിൽ ഓടും. അങ്ങനെയുള്ള വികസന പദ്ധതികൾ കൂടിയാണ് ലക്ഷ്യം. നമുക്ക് സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇവിടെ പൂർത്തിയാകുന്നു. ഇവിടെ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും നന്ദി. വീണ്ടും അടുത്ത പഞ്ചായത്ത് കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.